സൗജന്യയാത്ര എന്നുള്ളത് ഒരു വാഗ്ദാനമായിരുന്നു, തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. 5 ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഗ്യാരണ്ടിയായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യയാത്ര എന്നുള്ളത്. അതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കണം. ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ നയപരമായൊരു മാറ്റമാണ്. ഒരു ഒരു പോളിസി ഷിഫ്റ്റാണ്. ആ പോളിസി ഷിഫ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതൊരു അതൊരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുക്കണമെന്നേ. അത് ആ വെല്ലുവിളിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നഷ്ടമാകുന്ന കോടികളുടെ കണക്ക് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അത് വിശദീകരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 100 കോടി ആണ് ഇപ്പോൾ കെ.എസ്.ആർ.ടി.സിക്ക് കൊടുക്കുന്നത്. കെ.എസ്.ആർ.ടി.സിയുടെ ശമ്പളം, പെൻഷൻ ഇതൊക്കെ സർക്കാരാണ് കൊടുക്കുന്നത്. ലാഭത്തിലോടുന്ന ഒരു സംവിധാനമല്ല. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ധവള പത്രത്തിൽ ഈ കെ.എസ്.ആർ.ടി.സിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ കാര്യക്ഷമവും പര്യാപ്തവും ചെലവ് കുറഞ്ഞതും മികച്ച ഏകോപനവുമുള്ള ഒരു റോഡ് ഗതാഗത സംവിധാനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ.എസ്.ആർ.ടി.സി തുടങ്ങിയത് എന്ന് പറഞ്ഞ ശേഷം അവലോകനം ചെയ്യുന്ന എല്ലാ വർഷങ്ങളിലും കെ.എസ്.ആർ.ടി.സി നഷ്ടം നേരിട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് വെളിപ്പെടുത്തുന്നത്. ഈ കാലക്രമേണ നഷ്ടങ്ങൾ സ്ഥിരമായി കുന്നുകൂടുന്നതിലേക്ക് നയിച്ചു എന്ന പട്ടികയുടെ അവസാന വരിയിൽ പറയുന്നുണ്ട്. കോർപ്പറേഷന്റെ അറ്റ മൂല്യത്തെ നെറ്റ് വർത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് അത് വർദ്ധിക്കുകയും ഈ കാലയളവിൽ ഉടനീളം അത് നെഗറ്റീവായി തുടരുകയും ചെയ്തു. കെ.എസ്.ആർ.ടി.സിയുടെ തുടർച്ചയായി ദുർബലമായ സാമ്പത്തിക സ്ഥിതി ഗുരുതരമായ ധനകാര്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തുടർച്ചയായ ബജറ്റ് പിന്തുണയിലൂടെ നിലവിലെ തന്നെ പരിമിതമായ സംസ്ഥാനത്തിന്റെ ധനകാര്യ വിഭവങ്ങളുടെ മേൽ ഇത് വലിയൊരു ഭാരം അടിച്ചേൽപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, പൊതുഗതാഗത സേവനങ്ങൾ വിപുലീകരിക്കാനും നവീകരിക്കാനും ആവശ്യമായ നിക്ഷേപങ്ങൾ നടത്താനുള്ള കോർപ്പറേഷന്റെ ശേഷിയെ ഇത് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കെ.എസ്.ആർ.ടി.സി ഒരു നഷ്ടത്തിലുള്ള സംവിധാനമാണെന്ന് ധവളപത്രത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത്, അതായത് നേരത്തെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തൊട്ട് തന്നെ കെ.എസ്.ആർ.ടി.സിയുമായി ബന്ധപ്പെട്ട നഷ്ടത്തിലോടുന്നു, ശമ്പളം കൊടുക്കാനില്ലാതാകുന്നു, കെ.എസ്.ആർ.ടി.സി അടച്ചുപൂട്ടുമെന്നുള്ള അന്നത്തെ ഗതാഗത മന്ത്രി പറഞ്ഞായ വാചകങ്ങൾ ഇതൊക്കെ തന്നെയും ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാക്കി ഉയർത്തുകയും അതിനുശേഷം വന്ന സർക്കാർ അതിനുശേഷം എന്ത് ചെയ്തു എന്ന ചോദ്യം നിൽക്കുന്നുണ്ട്. അങ്ങനെ ചോദ്യം വരുമ്പോഴും ഈ സർക്കാരിന്റെ കാലത്തും കെ.എസ്.ആർ.ടി.സിക്ക് നഷ്ടത്തിന്റെ കണക്ക് തന്നെയാണല്ലോ. 2024-25 1602 കോടിയുടെ നഷ്ടമാണ്. 2025-26 അത് 735 കോടിയുടെ നഷ്ടമാണ്. അപ്പോൾ നഷ്ടക്കണക്കുകൾ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിൽ ഈ ഗ്യാരണ്ടി ഏത് രീതിയിൽ നടപ്പാക്കും എന്നതിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാവുന്ന പോലെ മുഖ്യമന്ത്രി തന്നെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ ധനം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അതിൽ ഒരു ധാരണയുള്ള മുഖ്യമന്ത്രിയുമാണ്. ഇതിൽ ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ നിരവധി സമയം കൂടിയിരുന്ന ചർച്ചകൾ നടത്തിയ ശേഷമായിട്ടാണ് ഇത് ഘട്ടം ഘട്ടമായി നടപ്പാക്കാനുള്ള തീരുമാനമുണ്ടായത്. ഇത് മറ്റു സംസ്ഥാനങ്ങളിലും, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളും ഇതേ 5 ഗ്യാരണ്ടി നൽകുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും ഇതേപോലെ തന്നെ ആദ്യം ഈ പറയുന്ന ഓർഡിനറി ബസ്സുകളാണ് നടപ്പാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഫാസ്റ്റ് പാസഞ്ചറിലും നടപ്പാക്കണമെന്ന ഒരു നിലപാട് നേരത്തെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ നഷ്ടത്തിന്റെ കണക്ക് അത് വലിയ രീതിയിലാണ് എന്നുള്ളതാണ്.